സജിതയെ കൊലപ്പെടുത്തിയത് കൂടോത്രം ചെയ്തെന്ന സംശയത്തിൽ ചെന്താമര അന്ധവിശ്വാസി. ചെന്താമരയെ ഇനിയും പിടികൂടാനാകാതെ പോലീസ്. നെന്മാറ ഇരട്ടക്കൊലക്കേസിൽ പ്രതി ചെന്താമരയെ പിടികൂടാനാകാതെ പോലീസ്. കൃത്യത്തിന് ശേഷം പ്രതി ഒളിവിൽ പോയെന്ന് കരുതുന്ന വനത്തിനുള്ളിൽ നിന്നും വ്യാപക തിരച്ചിൽ നടത്തും. ഇന്നും വ്യാപക തിരച്ചിൽ നടത്തും. വിവിധ സംഘങ്ങളായി തിരിഞ്ഞ് നാട്ടുകാരുടെ സഹായത്തോടെ തിരച്ചിൽ നടത്തുമെന്ന് പോലീസ് അറിയിച്ചു. അന്വേഷണം തമിഴ്നാട്ടിലേക്ക് വ്യാപിപ്പിച്ചിരുന്നെങ്കിലും ചെന്താമരയെ കണ്ടെത്താനായിട്ടില്ല. തിരച്ചിലിന് പോയ പോലീസ് സംഘം തമിഴ്നാട്ടിൽ നിന്നും മടങ്ങി. തിരുപ്പൂർ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം നടത്തിയത്. അതേസമയം കൊല്ലപ്പെട്ട സുധാകരന്റെ ഭാര്യ സജിതയെ പ്രതി ചെന്താമര കൊലപ്പെടുത്തിയത് കൂടോത്രം ചെയ്തെന്ന സംശയത്തെ തുടർന്നാണെന്ന് ഇപ്പോൾ പുറത്തുവരുന്ന വിവരം. ചെന്താമരയുടെ കുടുംബ ബന്ധം തകർത്തത് നീളമുള്ള മുടിയുള്ള സ്ത്രീയാണെന്ന് ഒരു ജ്യോത്സ്യൻ പ്രവചിച്ചതായാണ് കൊലപാതകത്തിലേക്ക് നയിച്ചത്. ഈ അന്ധവിശ്വാസമാണ് മുടി നീട്ടി വളർത്തിയ സജിതയുടെ കൊലപാതകത്തിന് കാരണമായത്. 2019 സജിതയെ കൊലപ്പെടുത്തിയത്. സജിതയെ കൂടാതെ അയൽപ്പക്കത്തെ മറ്റ് സ്ത്രീകളെയും ചെന്താമരയ്ക്ക് സംശയമുണ്ടായിരുന്നു. വീടിന്റെ പുറകുവശത്തുള്ള വാതിലിലൂടെ അകത്തു കയറിയാണ് സജിതയെ അന്ന് വെട്ടിയത്. നീണ്ട മുടിയുള്ള സ്ത്രീയാണ് ഭാര്യ പിണങ്ങിപ്പോകാൻ കാരണമെന്ന് ഏതോ ജ്യോത്സ്യൻ പറഞ്ഞുവെന്ന് 5 വർഷം മുമ്പ് ഇയാൾ പോലീസിനോട് പറഞ്ഞിരുന്നു. സജിതയാണ് ഇതെന്ന് ഉറച്ചു വിശ്വസിച്ച ഇയാൾ സജിതയോടുള്ള വൈരാഗ്യം വീട്ടുകാരോടും വെച്ചു പുലർത്തി. സജിതയെ വെട്ടിക്കൊന്ന അതേ രീതിയിലാണ് അതേ വീടിന്റെ മുന്നിലിട്ട് ഭർത്താവിനെയും ഓടിയെത്തിയ അമ്മയെയും വകവരുത്തിയത്. അയൽപ്പക്കത്തെ വേറെ 2 സ്ത്രീകളെയും ഇയാൾ സംശയിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തിരുന്നു. ചെന്താമരയെ ഭയന്ന വീടിന് പുറത്തുള്ള ശുചിമുറിയിൽ പോലും പോകാറില്ലായിരുന്നുവെന്ന് അയൽവാസി പുഷ്പയും പറയുന്നു. പ്രതി തയ്യാറാക്കിയ കൊല്ലാനുള്ളവരുടെ പട്ടികയിൽ താൻ കൂടി ഉണ്ടെന്നും എപ്പോഴും മരണഭയത്തിലാണെന്നും പോത്തുണ്ടി സ്വദേശി പുഷ്പ പറഞ്ഞു. അതേസമയം ചെന്താമരയെ പിടികൂടാത്തതിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് KSU പ്രവർത്തകർ ഇന്ന് നെന്മാറ പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തും. പോലീസിനെതിരെ നടപടി ആവശ്യപ്പെട്ടാണ് പ്രതിഷേധം. കൊല്ലപ്പെട്ട സുധാകരന്റെയും മാതാവ് ലക്ഷ്മിയുടെയും പോസ്റ്റ്മോർട്ടം ഇന്ന് നടക്കും. പാലക്കാട് ജില്ലാ ആശുപത്രിയിലാണ് മൃതദേഹം സൂക്ഷിച്ചിട്ടുള്ളത്. 4 സംഘങ്ങളായി തിരിഞ്ഞാണ് പോലീസ് വനത്തിനുള്ളിൽ തിരച്ചിൽ നടത്തുന്നത്. തിരച്ചിലിന് ഡ്രോണുകളും ഉപയോഗിക്കുന്നുണ്ട്.